ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഗുരുവായൂരപ്പുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 5:10. എന്തോ ഒരു എന്താ പറയുക, ഗുരുവായൂർ പോകുന്നൊന്നും പൊതുവെ ഒരു ഉറക്കില്ലായ്മയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ എണീറ്റിട്ടെങ്കിൽ 4 മണി എന്നൊക്കെ പറയാം. അത് നല്ല കേട്ടോ സംഭവം. എനിക്ക് ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഈ ഇതുണ്ടല്ലോ, മറ്റേ പേട മേടിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അരുണ്. അപ്പോൾ അതൊക്കെ ഒരു ബോക്സിലാക്കി കുറച്ചിട്ടോ. ഇതാകുമ്പോൾ ബോക്സ് പിന്നെ നമുക്കങ്ങ് എവിടെയെങ്കിലും ഇട്ടാളാണല്ലോ. എൻ്റെ ബാഗിലുള്ളൊരു സാധനം ഞാൻ കാണിച്ചു തരട്ടെ. 1 2 ഇതിപ്പോൾ എന്തേത്താ കവറ് കാണിക്കുന്നു എന്ന് ചോദിക്കണമല്ലോ, ചോദിച്ചല്ലേ പറ്റൂ. അപ്പോൾ എന്താ വെച്ചാൽ വാള് വെക്കും. ആരോടും പറയരുതേ നിങ്ങൾ. പിന്നെ ബസ്സിൽ ലോങ് ഇപ്പോൾ ഗുരുവായൂർക്ക് പോയി ശീലമെന്നല്ലാതെ അങ്ങനെ പോയി ശീലമില്ലാത്ത, അതുകൊണ്ട് എപ്പോഴാ വാള് വെക്കുന്ന അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാള് വെച്ചു. അപ്പം എനിക്കിന്നിട്ട് അവൻ കവറ് മേടിച്ചിട്ട് ബാഗിൽ വെച്ചതാണ്. എപ്പോഴാ വരിക? നമ്മളെ പ്രൈവറ്റ് ബസ്സിലൊക്കെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. KSRTCയിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ തുളസി കൊണ്ടുപോകാനുള്ള ഇതൊരു വായയിലയിൽ കിട്ടണം. ഇവിടെ ഞാൻ കണ്ണനെ വരച്ച് വെച്ചതുണ്ട്, കണ്ണൻ്റെ മുകളിൽ വെച്ചതാട്ടോ. അപ്പം അങ്ങനെയാണ്. കണ്ണൻ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടത്തില്ല, എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കൂ. പറയാൻ കാരണം എന്താ വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒക്കെ പറയുന്നു ഒരുപാട് ഞങ്ങൾ വിളിച്ചു, ഒരാഴ്ചയായി വിളിക്കുന്നു, ഒരു മാസമായി വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിങ്ങളെ വിളിച്ചിട്ട് കാര്യമല്ല, ഞാൻ എടുക്കൂല ഫോൺ. എൻ്റെ ഫോണിലേക്ക് ആര് തന്നെ വിളിച്ചാലും, ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് വിളിക്കുന്നതെങ്കിൽ പോലും എന്താ പറയാന്നറിയോ, താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസിയാണ് എന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഏതെങ്കിലും കാമുകന്മാരോ ആരോ ഉള്ളത് കൊണ്ടോ ഫുൾ ടൈം ഞാൻ ബിസിയാണ് എന്ന്. അല്ലടോ, എൻ്റെ ഫോൺ എന്താ കളിക്കുന്നത്, ചാർജിലിട്ടതാ. അപ്പോൾ അതെന്തുകൊണ്ടാ വെച്ചാൽ ഫോൺ ബിസി ആക്കിയിട്ടതാ. എന്നിട്ട് ചില ലവന്മാരുടെ സുഖേടെന്താണെന്നറിയോ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, 4:24, 4:11, 3:01, 3:30, 2:27, 1:25, 1:11, 12:37. ഈ ടൈമിലൊക്കെ ആൾക്കാർ വിളിച്ചു നോക്കും. പക്ഷേ അവരൊക്കെ വിളിക്കുന്ന സമയത്ത് താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസിയാണ് എന്ന് കേൾക്കുമ്പോൾ ഇവന്മാർ വിചാരിക്കുന്നത് ഞാൻ വേറെ ആരോടോ വിളിച്ച് സംസാരിക്കുകയാണെന്ന്. അല്ല, നിങ്ങൾ വിളിക്കുമ്പോൾ ബിസിയാന്ന് മാത്രമേ പറയുള്ളൂ. അതങ്ങനെയാ. പിന്നെ അതുകൊണ്ടാട്ടോ. ഇനി എൻ്റെ ബാഗിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഇതെൻ്റെ ഏട്ടൻ മേടിച്ചു തന്നാട്ടോ. അപ്പോൾ എനി ടൈം ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതില്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല. ഇതിന് ഞാൻ അഡിക്റ്റായിപ്പോയി എന്ന് തോന്നുന്നു. എനിക്ക് തലവേദന എന്ന് പറയുന്ന ചെറിയൊരു ടെൻഡൻസി വരുമ്പോഴേക്കും ഇതെനിക്ക് തേച്ചിട്ടില്ലെങ്കിൽ പണി പാളും. ഷാജി ഏത്? പിന്നെ വേണ്ടത് കൂടാ. എനിക്ക് എൻ്റെ കാക്ക ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുത്തന്നതാട്ടോ. പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പ്രത്യേകിച്ച് പറയണോ, ഇട്ടത് പിങ്ക്.
കുട പിങ്ക്, സോഫ കവർ പിങ്ക്. ഇത് പിങ്ക് അല്ല എങ്കിലും ആ ഒരു ഷെയ്ഡ്. അപ്പോൾ എല്ലാം ആ ഒരു കളറാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കുട വെക്കട്ടെ, ഇതൊക്കെ മറന്നു പോവും. എന്നും അരുണ് ഡ്യൂട്ടിക്ക് പോകാനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇന്ന് അവനെക്കാട്ടിലും മുമ്പ് ഞാൻ എഴുന്നേറ്റിക്ക്. എന്നോട് ചോദിച്ചു എന്ത് പറ്റിയോ, വിചാരിച്ച് തലവേദനയാണ്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമ്മൾ കുറച്ചും കൂടി ചാച്ചിക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഉറങ്ങാൻ ഏൽപ്പിച്ച് പോയതാണ്. പക്ഷേ ഏടെ ഉറക്കം, നമുക്ക് ഗുരുവായൂർ പോകുമ്പോൾ ഉറക്കോ. ഇനി ഇന്നത്തെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. എല്ലാ പ്രാവശ്യവും ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പുതിയ ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ടൊന്നല്ല കേട്ടോ, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഗുരുവായൂർ എത്തിയപ്പോൾ. അന്ന് എൻ്റെ മാമൻ്റെ ആണ്ട് കഴിക്കുന്ന ദിവസമായി. ഞാൻ മനഃപൂർവ്വം മാറി നിന്നതായി. അതിൻ്റെ സങ്കടവും വിഷമമൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കുടുംബത്തിൽ നിന്ന് നമ്മളായിട്ട് മാറി നിൽക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെയാണ്, നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത്. പക്ഷെ അവരാരും എന്നോട് മാറി നിൽക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ വേറൊരു കാര്യവും കൂടി എനിക്കിതിൻ്റെ കൂടെ പറയാനുള്ളത്, കോസ്റ്റ്യൂം വരുന്നത് ഇതാട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് ദിവസം മുമ്പേ ഞാൻ മേടിച്ചത്. വെറും 999 ഉള്ളൂ. ഭയങ്കര വേർത്തായിട്ടുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ എന്നെ ഒരാൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രിയ ചേച്ചി. കൃഷ്ണനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക വെച്ചാൽ കൃഷ്ണൻ നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കില്ല, എല്ലാം കൊണ്ടത്തരും എന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മാല തലയണൻ്റെ ചോട്ടിൽ കിടക്കുമ്പോൾ വെക്കുന്നതാണ്. പിന്നെ തിരക്കിട്ട് പോകുന്ന സമയത്ത് മറന്നു പോകും. അപ്പോൾ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ന്യൂസ് കേട്ടു എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, എന്താണെന്ന് ഞാൻ പറയില്ല. സഹോദരിയൊക്കെ പറഞ്ഞു നീ അത് സോഷ്യൽ മീഡിയയിൽ പറയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ എന്താ പറയുക, തള്ളിക്കളഞ്ഞോ എന്നെനിക്കറിയില്ല, കളഞ്ഞിട്ടുണ്ടായിരുന്നോന്നും എനിക്കറിയില്ല. പക്ഷേ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ വിചാരിച്ച കുറച്ച് ആൾക്കാർ എന്നെയും തേടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഉമ്മപ്പയും പറയും നീ ഒന്ന് ഇങ്ങോട്ട് വരണം, നോക്കാവുന്ന അവിടെ പോകണമെന്ന് പറയുന്നു. അതെൻ്റെ ഉമ്മ കുടുംബത്തിലുള്ള ഒരാളാട്ടോ. ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടല്ലേ ഓരോരുത്തരായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം. അതെനിക്ക് ആ ഒരു സമയത്ത് പറയണ്ട. അത് ഈ പ്രിയ പറഞ്ഞ് രണ്ടാമത്തെ ദിവസം കേൾക്കുന്ന കേട്ടോ. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ മാമൻ്റെ ആണ്ടിൻ്റെ അന്ന് രാത്രി കേൾക്കുന്നതാണ്. അപ്പം ഭയങ്കര സന്തോഷം. അപ്പം അങ്ങനെയാണ്. ഇനി കുളിച്ച് ഫ്രഷ് ആവണം. എനിക്ക് വീഡിയോഗ്രാഫർ എൻ്റെ കൂടെ അല്ല. എന്താ വെച്ചാൽ പിള്ളേരാരും ഇല്ല വീട്ടിൽ വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കണം. ഇനി കുളിക്കണം, മുടി ഉണക്കുക എന്നുള്ളതാണ് ബിഗിലേ പണി. പക്ഷേ ഉണങ്ങുമായിരിക്കും, അവിടെ എത്തുമ്പോൾക്ക് എന്തായാലും ഉണങ്ങുമല്ലോ. അങ്ങനെയാണ്. പൊതുവെ എങ്ങോട്ടും അങ്ങനെ അല്ലാതെ പോകുന്ന സമയത്ത് തല നനയ്ക്കാറില്ല കേട്ടോ. പക്ഷെ ഗുരുവായൂർക്ക് പോകുമ്പം തല നനച്ച് കുളിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ഹെയർ ഡ്രയർ ഉപയോഗിച്ചാൽ പോരെ. ഹെയർ ഡ്രയറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല. എന്തോ എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഹെയർ ഡ്രയറിനോട്, അതുകൊണ്ടാട്ടോ. അപ്പം അങ്ങനെയാണ്. ഏതായാലും ഞാൻ ഇനി കുളിച്ച് ഫ്രഷൊക്കെ ആവാൻ നോക്കട്ടെ. ചായ കുടിക്കാൻ ഇവിടെ ഒന്നുമില്ല. പുട്ട് ചുടാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ചുട്ടൊന്നും കഴിച്ചിട്ടൊന്നും പോകില്ല. പൊതുവേ ഞാൻ ഗുരുവായൂരേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒന്നും കഴിക്കാതെയാണ് കഴിയുന്നതും പോവാറ്. പക്ഷേ അതെനിക്ക് കാറിൽ എനിക്ക് പറ്റും ഒന്നും കഴിക്കാതെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ബസ്സിൽ എനിക്കത് പറ്റത്തില്ല.
അപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കണം. വെജിറ്റേറിയൻ ആട്ടോ കഴിക്കാറ്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കും കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കഴിയുന്നതും അങ്ങോട്ട് പോകുമ്പം ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചായ തരുന്ന ആൾ വൃത്തിയുള്ള ആളാണോ എന്നുള്ളത്. അപ്പം നിങ്ങളിലേക്ക് വൃത്തിയില്ലാത്ത ആൾക്കാരാണോ ഓരോരുത്തർ എന്നങ്ങനെയല്ല പറഞ്ഞത്. ശാരീരിക ശുദ്ധി എന്ന് പറയുന്നതും ഒരു വൃത്തിയാണ്. അതിലുള്ള ആൾക്കാർ വേണം ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ അവരെ കാണാൻ വൃത്തിയുണ്ടോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ കാണാൻ നമുക്ക് നല്ല ഹോട്ടലിൽ ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്കെന്തോ എൻ്റെ കണ്ണൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ കുറച്ച് സൗഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ പറ്റി എന്നുള്ളത്. അതിപ്പോൾ എന്താ 5 സ്റ്റാർ ഹോട്ടലിൽ ഇപ്പോൾ താമസിക്കുന്നതിന് എന്താ പൈസ ഉള്ളവർക്കാർക്കും പറ്റൂലേ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ താമസിച്ചിടത്തോളം പൈസ കൊടുത്തിട്ട് താമസിച്ചതല്ല, ഫ്രീ ആയിട്ട് താമസിച്ചതാണ്. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലും 3 സ്റ്റാർ ഹോട്ടലിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ ഒക്കെ കാണണം, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പക്ഷെ ആ കുക്ക് ചെയ്യുന്ന ആൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അയാളെ ചൂന്ന് നോക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമാണ് അതൊക്കെ. നമുക്ക് നമ്മുടെ ലൈഫിൽ ഞാനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അങ്ങനെയൊക്കെ നമുക്കൊക്കെ താമസിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ആഗ്രഹമാട്ടോ. മോളെ ഞങ്ങൾ കൊണ്ടുപോയില്ല, മോനും ഞാനും അരുണും കേട്ടോ പോയത്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഓള് കുട്ടിയായതുകൊണ്ട് ആ സമയത്ത് കുറച്ച് കുഞ്ഞാണ്. ആ സമയം എന്ന് പറയണ്ട ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെയൊക്കെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതാണല്ലോ, മറ്റേ അൺലിമിറ്റഡ് ആണല്ലോ, അതിനൊക്കെ പറ്റിയ ആളെൻ്റെ മോനാണ്. പക്ഷെ ഓൾക്ക് അങ്ങനെ ഭക്ഷണത്തിനോടൊന്നും താല്പര്യമില്ല. പിന്നെ അവൾ 3 സ്റ്റാറിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നാറിൽ പോയപ്പം ഞങ്ങൾ 3 സ്റ്റാർ ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അവിടെ താമസിച്ചിട്ടുണ്ട് എന്നല്ലാതെ 5 സ്റ്റാറിൽ അവൾ താമസിച്ചിട്ടില്ല. അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഒരു ദിവസം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ണൻ കാരണം നമുക്ക് പൈസയൊന്നും കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ താമസിക്കാനുള്ള വകുപ്പുണ്ട്. അതിന് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. 5 സ്റ്റാർ ബഡ്ജറ്റൊന്നും നമ്മളെ കൊണ്ട് ഏതെങ്കിലും കാലത്ത് താങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷേ താങ്ങുമായിരിക്കും. അതേപോലെ എനിക്ക് ഇവിടെ കോഴിക്കോട് തന്നെയുണ്ട്. കോഴിക്കോട് എല്ലാം ഏകദേശം രാമനാട്ടുകാരൻ എത്തുന്നതിൻ്റെ അടുത്ത്. ആദ്യം കടവ് റിസോർട്ട് എന്ന് പറയായിരുന്നു, ഇപ്പം എന്താ ദിക്കോവ്, അവരുടെ പേരെന്തായിരുന്നപ്പാ. അവിടെ താമസിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ജയറാമേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ആ ഒരു ഹോട്ടലിലായിരുന്നു പോയത്. മകള് കരഞ്ഞിട്ട് സലീം വെള്ളം മേടിക്കാൻ പോയപ്പം ഒരു ബോട്ടിൽ വെള്ളത്തിന് 120 രൂപ. ഒന്ന് ചിന്തിച്ച് നോക്കി. അത് ആ കാലത്തൊരു ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഇപ്പം അവിടെ എത്ര പൈസ ആയിരിക്കുന്നൊന്നും എനിക്കറിയില്ലേ. അപ്പോൾ അത്രയും, അതും 5 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലിനെക്കാട്ടിലും ഭയങ്കര നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന സമയത്ത് താമസിച്ച ഹോട്ടൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി കോഴിക്കോട് വന്ന സമയത്ത് താമസിച്ച ഹോട്ടലിനെ പറ്റിയാട്ടോ പറയുന്നത്. അപ്പം അങ്ങനെയാണ് കഥ പറയാൻ നിന്നാൽ ഒരുപാട് നേരം കഥ പറയും. നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. അപ്പം ഞാൻ പോയി ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എനിക്ക് ഏറെ ആകുമ്പോഴേക്കാണ് ഉള്ളിയേരി എത്തേണ്ടത്. ഇപ്പം സമയം 5 മണി ആയിട്ടേ ഉള്ളൂ. ഇനി ഉറങ്ങാൻ സമയമുണ്ട്, പക്ഷേ കിടന്നാൽ ഉറക്കം വരില്ല. അതുകൊണ്ട് മെല്ലെ കുളിച്ച് ഫ്രഷ് ആവാൻ നോക്കട്ടെ. ഓക്കെ.